ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് പൊന്മുടി ഡാമാണ് കേട്ടോ ഗൈസ്. രാജാക്കാട് പൊന്മുടി ഡാമാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും രാജാക്കാട് പോകുമ്പോൾ ഇതുവഴിയാണ് പോകാറ്. അപ്പോൾ ഇന്ന് ഇതിലേക്കൂടെ പാസ് ചെയ്തപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് നമുക്ക് കാണാം. നേരത്തെ ഡാമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട്. അപ്പോൾ എൻട്രൻസിൽ തന്നെ അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ടൂറിസ്റ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇടുക്കിയുടെ ഒരു പ്രത്യേകതയാണ്, മൊത്തം ഹില്ലി ഏരിയാസ് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ജീപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഒട്ടക സവാരി ഉണ്ട്, ഇവിടെ കുതിര സവാരി ഉണ്ട്, അതുപോലെ തന്നെ ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. ട്രെക്കിങ്ങിനുള്ള ജീപ്പുകളാണ് കിടക്കുന്നത്. നമുക്ക് ട്രെക്കിംഗ് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കുറേ ഗെയിംസ്, ഷൂട്ടിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് പേ ചെയ്യുക, എൻജോയ് ചെയ്യുക, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രാജാക്കാട് നിന്ന് അടിമാലിയിലേക്ക് പോകുമ്പോഴത്തെ ഡാമിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂസാണ് ഈ കാണുന്നത്. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി ലെങ്ത്ത് തോന്നത്തില്ല, പക്ഷേ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഈ ഡാമിന്. അപ്പോൾ അതിൻ്റെ അങ്ങേ അറ്റത്തൊക്കെ കുറേ മലകളൊക്കെ കാണാം കേട്ടോ. ഭയങ്കര ഹൈറ്റുള്ള മലകളാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഡാം കാണാം. അപ്പോൾ ഇത് ഡാമിൻ്റെ ബാക്ക് പോർഷൻ, അതായത് വെള്ളം കെട്ടി നിർത്തിയിട്ട് താഴ്വശത്തേക്ക് വെള്ളം നമ്മൾ മഴക്കാലത്തൊക്കെ ഒഴുക്കി വിടുന്ന പോർഷനാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളം വളരെ കുറച്ചായതുകൊണ്ട് അവിടെയൊക്കെ നിറയെ കമ്മൽ ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇച്ചായനും ഹെലനും ജുവലും ജോയലും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കാണാനായിട്ട്. കാരണം ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് ചേച്ചിയും അമ്മയും ഹെലനും വണ്ടിയിൽ തന്നെ ഇരിക്കുവാണ്. ഇത് ഡാമിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രാജാക്കാട് നിന്ന് ഇറങ്ങി വരുമ്പോഴത്തെ എൻട്രൻസ്. ഡാമിൻ്റെ എൻട്രൻസ് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളിയാണ്, രണ്ട് സൈഡും അടിപൊളിയാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ബാക്ക് സൈഡും കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. മൊത്തത്തിൽ ഒരു ഹരിതവർണ്ണാഭമായ സ്ഥലം എന്നൊക്കെ പറയാം കേട്ടോ. അതുപോലെ അടിപൊളിയാണ്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഒരു കോർണറാണ്. ബോട്ടിങ് നടക്കുന്ന ആ സൈഡിലാണ്. അപ്പോൾ അകലേന്ന് ഒരു ബോട്ട് വരുന്നതിന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം, ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കട്ടെ. അപ്പോൾ കണ്ടോ, നല്ലൊരു വെയിലാണ് കേട്ടോ. വെയിൽ കാരണം നമുക്ക് ഫോണിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഇത് ക്ലിയറായിട്ട് കിട്ടുന്നു പോലും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും കുറേ പേര് വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് നടന്നു വരുന്നവരുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ബോട്ടിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോട്ട് പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളിയാണ്, സ്പീഡ് ബോട്ടിൽ ആൾക്കാർ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലി ആയിട്ട് വരാൻ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പൊന്മുടി ഡാം. ഒന്നാമത് നമുക്ക് ഇടുക്കിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ പാക്കേജാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതും ഒരുപാട് കോസ്റ്റ് ഇല്ലാതെ നമുക്ക് വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇത് നമ്മൾ കണ്ട ആ ഡാമിൻ്റെ അങ്ങേ സൈഡിലുള്ള മലയാണ്, ഭയങ്കര ഹൈറ്റാണ് കേട്ടോ അതിന്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമ്മളിനിയിപ്പം പോകാനുള്ളൊരു പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഡാം കാണാൻ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് ആകുമെന്ന് വിചാരിക്കേണ്ട. വളരെ കുറഞ്ഞൊരു കോസ്റ്റിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഗ്രഹമുള്ളവർ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.